ഈ അമ്മ സംസാരിക്കുന്നത് ഉണ്ണിക്കണ്ണന്റെ അടുത്താണ്. പക്ഷെ അത് ആർക്കും അറിയില്ല. ചില ദിവസങ്ങളിൽ ഈ അമ്മ ഒറ്റയ്ക്കാണുള്ളത്. ചില ദിവസങ്ങളിൽ ചില കടക്കാരും അതുപോലെ തന്നെ ഒപ്പമുള്ള ഭിക്ഷാടനക്കാരും ഈ അമ്മയുടെ കൂടെ ഒരു കുട്ടിയെ കാണാറുണ്ട്. ചില ദിവസങ്ങളിൽ അവർക്ക് ഡയറക്റ്റ് കാണാറുണ്ട്. പക്ഷെ അപ്പോഴും ഇവരെന്താ വിചാരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മയുടെ കൂടെ ഉള്ള ആരെങ്കിലും ആയിരിക്കും, അങ്ങനെ ചിന്തിക്കാതെ ചില ദിവസങ്ങൾ ആരും കാണില്ല. അത്താഴ പൂജ കഴിഞ്ഞുവല്ലോ കണ്ണ, കൃഷ്ണനാട്ടം കളി തീർന്നുവല്ലോ. ഹരേ കൃഷ്ണ. ലക്ഷ്മിയാണ്. ഉണ്ണിക്കണ്ണന്റെ കഥ കേൾക്കാനായിട്ട് എല്ലാവരും തയ്യാറെടുത്തിരിക്കാവൂല്ലേ? എനിക്ക് ഉണ്ണിക്കണ്ണന്റെ കഥ കേൾക്കുക പറയാന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ അമ്മമ്മനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കും ഉണ്ണിക്കണ്ണന്റെ കഥ കേൾക്കാനായിട്ട്. അങ്ങനെ കുട്ടിക്കാലത്ത് കേട്ട് പതിഞ്ഞൊരു കഥയാണ്. ശരിക്കും ഗുരുവായൂർ ക്ഷേത്രം നടന്ന കഥയാണ്. ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് പ്രാവശ്യം കേട്ട് 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 എന്റെ മനസ്സിൽ പതിഞ്ഞൊരു കഥയാണ്. എനിക്ക് ഒത്തിരി ഇൻട്രസ്റ്റിംഗ് തോന്നിയൊരു കഥ. ശരിക്കും പറഞ്ഞാൽ എന്റെ അമ്മമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഗുരുവായൂർ ക്ഷേത്രം നടന്ന കഥയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നടന്നതാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ മനസ്സിൽ പതിഞ്ഞൊരു കഥ ഞാൻ ഇന്ന് പറയാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ അധികം വൈകിക്കുന്നില്ല. നമുക്ക് ഉണ്ണിക്കണ്ണന്റെ കഥ കേൾക്കാം. അതിനു മുൻപ് ഉണ്ണിക്കണ്ണന്റെ നാമങ്ങൾ ഒന്ന് രേഖപ്പെടുത്തിയേക്കും കേട്ടോ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഭിക്ഷാടനം നടത്തുന്ന ആളുകളെ. അതുപോലെ തന്നെ ഒരു അമ്മയുണ്ടായിരുന്നു, ഭിക്ഷാടനം നടത്തുന്ന ഒരു അമ്മ. ആ അമ്മ ഭക്തരെ കാണുന്ന സമയത്ത് കൈ നീട്ടുമായിരുന്നു. കൈ നീട്ടിട്ട് ഭക്തര് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അമ്മ വാങ്ങിക്കില്ല. അമ്മ അപ്പൊ അങ്ങനെ കൈയും കൊണ്ട് കാണിക്കും, വിശക്കണമെന്ന് കാണിക്കും. അപ്പൊ അവരെന്തെങ്കിലും ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാല് അമ്മ നടയോട് പോയിരിക്കും. അമ്മ ഒറ്റയ്ക്കാണ് കേട്ടോ. നടയോട് ചേർന്ന് പോയിരിക്കും. എന്നിട്ട് അമ്മ അപ്പോഴൊന്നും കഴിക്കില്ല. ഭക്ഷണത്തിലേക്കൊന്ന് നോക്കും, നടയിലേക്കൊന്ന് നോക്കും. എന്നിട്ട് കുറെ കഴിഞ്ഞിട്ട് അമ്മ അത് കഴിക്കും. കഴിക്കുന്ന സമയത്ത് അമ്മ സംസാരിക്കുന്നത് ആരും കേട്ടിട്ടില്ല. അമ്മ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ ചിരിക്കും, കളിക്കും, എന്നിട്ട് കഴിക്കും. മുന്നിലൊരാളുള്ള രീതിയിൽ അമ്മ സംസാരിച്ചുകൊണ്ട് കഴിക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ പല ആളുകളും ഈ അമ്മയ്ക്ക് മെന്റലി പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് പറയും. എന്തെങ്കിലും മാനസികമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ അമ്മയെ അപ്പൊ എല്ലാവരും അമ്മയെ അങ്ങനെ ആക്കി. അമ്മയ്ക്ക് എന്തോ മാനസികമായിട്ട് എന്തോ പ്രശ്നമാണെന്നുള്ള രീതിയിൽ അങ്ങനെ ആക്കി. പക്ഷെ ഈ അമ്മ സംസാരിക്കുന്നത് ഉണ്ണിക്കണ്ണന്റെ അടുത്താണ്. പക്ഷെ അത് ആർക്കും അറിയില്ല. ചില ദിവസങ്ങളിൽ ഈ അമ്മ ഒറ്റയ്ക്കാണുള്ളത്. ചില ദിവസങ്ങളിൽ ചില കടക്കാരും അതുപോലെ തന്നെ ഒപ്പമുള്ള ഭിക്ഷാടനക്കാരും ഈ അമ്മയുടെ കൂടെ ഒരു കുട്ടിയെ കാണാറുണ്ട്. ചില ദിവസങ്ങളിൽ അവർക്ക് ഡയറക്റ്റ് കാണാറുണ്ട്. പക്ഷെ അപ്പോഴും ഇവരെന്താ വിചാരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മയുടെ കൂടെ ഉള്ള ആരെങ്കിലും ആയിരിക്കും, അങ്ങനെ ചിന്തിക്കാതെ ചില ദിവസങ്ങൾ ആരും കാണില്ല. അപ്പൊ അമ്മ അങ്ങനെ എല്ലാവരും അമ്മയ്ക്ക് അങ്ങനെ മാനസികമായിട്ടുള്ള ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മനെ അങ്ങനെ ആക്കി. പക്ഷെ അമ്മ എന്ത് കഴിക്കുകയാണെങ്കിലും അമ്മ ഇപ്പൊ കഴിക്കുകയാണെങ്കിലും ഉണ്ണിക്കണ്ണനോട് സംസാരിച്ചിട്ട് ഉണ്ണിക്കണ്ണൻ കൂടെ ഉണ്ടാവും കഴിക്കാനായിട്ട്. സങ്കടം തന്നെ എനിക്ക് പറയുമ്പോ. കാരണം കുട്ടിക്കാലത്ത് കേട്ടൊരു കഥയല്ലേ, റിയലായിട്ട് നടന്നൊരു കഥയാണെന്നും കേട്ടിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു സങ്കടം. സാറില്ല, നമുക്ക് നമ്മുടെ കഥയിലേക്ക് പോവാം. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ക്ഷേത്രത്തിൽ ഒരു തിരുമേനിയും ഭാര്യയും വന്നു കേട്ടോ. അന്തർജനവും വന്നു. അവര് വലിയൊരു ഇല്ലത്തൊരു തിരുമേനിയും അന്തർജനാണ്. അപ്പൊ അവര് തലേ ദിവസം തന്നെ ഗുരുവായൂർ വന്നു കേട്ടോ. വന്നിട്ട് പിറ്റേ ദിവസം രാവിലെ പത്മതീർത്ഥക്കുളത്തിൽ ഇറങ്ങി കുളിക്കുന്ന സമയത്ത് ഈ അന്തർജനത്തിന്റെ കയ്യിലൊരു സഞ്ചി ഉണ്ടായിരുന്നു. അപ്പൊ ഒരു കുളിക്കുന്ന സമയത്ത് ഈ സഞ്ചി അവിടെ വെച്ച് മറന്നിട്ട് അങ്ങനെ കുളിയും കഴിഞ്ഞിട്ട് പോന്നു. ആ സമയത്താണ് ഈ അമ്മ കയ്യും കാലൊക്കെ കഴുകാനായിട്ട് കുളത്തിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ ഈ ഉണ്ണിക്കണ്ണൻ പറയുന്നുണ്ട്, അമ്മ സഞ്ചി എടുത്ത് കൈ വെച്ചോളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അമ്മ സഞ്ചി എടുത്ത് കയ്യിൽ വെച്ചു കേട്ടോ. കയ്യിൽ വെച്ചിട്ട് അമ്മ നടയിലേക്ക് നടന്നു. അപ്പൊ അമ്മയുടെ കയ്യിൽ വേറെയും തുണികളുണ്ട്. അപ്പൊ തുണികളുടെ ഇടയിൽ ഈ സഞ്ചി വെച്ചുകൊണ്ട് അമ്മ അങ്ങനെ നടയിലേക്ക് നടന്നു. നടയിൽ വന്നിട്ട് ഉണ്ണിക്കണ്ണനെ തൊഴുതു. കാരണം അമ്മയുടെ കൂടെ എപ്പോഴും ഉണ്ണിക്കണ്ണൻ ഉണ്ട്. അത് അമ്മയ്ക്ക് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ, വേറെ ആർക്കും ഇല്ല. ചില ദിവസങ്ങളിൽ മാത്രം ചില ആളുകൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഉണ്ണിക്കണ്ണൻ യാചക രൂപത്തിലാണ്. അപ്പോഴും ആർക്കും ഡൗട്ടില്ല. അങ്ങനെ അമ്മ നടയിൽ വന്നിട്ട് തൊഴുതു. അങ്ങനെ അമ്മ ഇരിക്കുന്ന ആ സ്ഥലത്ത് പോയിട്ട് ഇരിക്കുകയാണ്. അമ്മ അങ്ങനെ നടയിലേക്ക് നോക്കുന്നുണ്ട്. അപ്പൊ അമ്മോട് ഉണ്ണിക്കണ്ണൻ പറയുന്നുണ്ട്, ഇത് വന്ന് ചോദിച്ചു കഴിഞ്ഞാല് അമ്മ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവർ കുശലം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്നാണ് നടയിൽ ആകെ ബഹളം കേൾക്കുന്നത്. അപ്പൊ തിരുമേനി വിളിച്ച് പറയുന്നുണ്ട്, ഞങ്ങൾ കൊണ്ടുവന്ന സഞ്ചി കാണാനില്ല. ആ സഞ്ചിയുടെ ഉള്ളില് വീട്ടിൽ വെക്കാൻ പറ്റില്ല, ഞങ്ങൾ രണ്ടാളും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, എല്ലാം പൂട്ടി ഇറങ്ങിയതാണ്. വീട്ടിലുള്ള സ്വർണവും പണവും എല്ലാം ആയിട്ടാണ് ഞങ്ങൾ വന്നത്. അത് സഞ്ചിക്കുള്ളിലുണ്ട്, അത് ആരെ എടുത്തിട്ട് പോയിന്ന് പറയാണ്. ആകെ ബഹളം. അങ്ങനെ അമ്മ നടയിലേക്ക് നടന്നു കേട്ടോ. ഈ സഞ്ചിയുണ്ട്, ഈ തുണിയുണ്ട് അമ്മയുടെ കയ്യിൽ. ഈ സഞ്ചിയുടെ മേലെ തുണിയിട്ട് മറച്ചിരിക്കുകയാണ്. അപ്പോ ഇങ്ങനെ ഒച്ചപ്പാടും ബഹളം കേൾക്കുന്ന സമയത്ത് അമ്മ പറയുന്നുണ്ട്, ഒരു സഞ്ചി എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത്രയും നാള് സംസാരിക്കാത്ത അമ്മ
ആ നടയില് അതിലത് പറയുന്നുണ്ട്, ഒരു സഞ്ചി എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, ആ സഞ്ചിയുടെ കളർ ഉണ്ട്, എന്റെ കയ്യിലുണ്ട് സഞ്ചി, നിങ്ങളുടെ സഞ്ചിയുടെ കളർ ഏതാണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആ സഞ്ചി തരാമെന്ന് പറയാണ്. അപ്പൊ തിരുമേനിയല്ല, ഈ അമ്മയാണെങ്കിൽ ഒരു യാചക സ്ത്രീയല്ലേ. അപ്പൊ തിരുമേനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. കാരണം നീ കളവ് പറയണം, നീ തന്നെ കട്ടിട്ടുണ്ടാവും, നീ തന്നെ മോഷ്ടിച്ചിട്ടുണ്ടാവും എന്ന് പറയാണ്. അങ്ങനെ അമ്മയെ അപമാനിക്കാൻ നടയിൽ നിർത്തിയിട്ട്. അമ്മ പാവം, അവർ സത്യസന്ധത കൊണ്ട് ഉണ്ണിക്കണ്ണൻ കൂടെയുള്ള ആ അമ്മയുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അത്രയും ഉണ്ണി ചേർത്ത് വെച്ച അമ്മയെ പോലും ആ നടയിൽ ആ തിരുമേനി അപമാനിക്കുകയാണ്. അപ്പൊ അമ്മ പറയുന്നത്, സത്യമായിട്ടും ഉണ്ണിയാണ് സത്യം, സഞ്ചി എന്റെ കയ്യിലുണ്ട്, ഞാൻ എടുത്തതല്ല, എനിക്ക് കൊളക്കരയിൽ നിന്ന് കിട്ടിയതാണ്, നിങ്ങളുടെ സഞ്ചിയുടെ കളറ് പറയുകയാണെങ്കിൽ ഞാൻ തരാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴും ഈ തിരുമേനി അമ്മയെ അപമാനിക്കുകയാണ്. അങ്ങനെ സഞ്ചി കാണിച്ചു കൊടുക്കുക. അപ്പൊ തിരുമേനി ആ സഞ്ചിയുടെ കളറ് പറഞ്ഞു. അപ്പൊ അമ്മ സഞ്ചി കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ തിരുമേനി പറയുന്നുണ്ട്, ഇതിൽ ഇത്രയും സ്വർണവും പണവും ഉണ്ട്, അതിൽ എന്തെങ്കിലും ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിയാക്കി തരാമെന്ന് പറയണം. അങ്ങനെ അമ്മ നടയിലൊരു തുണി വിരിച്ചിട്ട് ഈ സഞ്ചിയിലത്തെ സ്വർണവും പണവും കൊട്ടുന്ന സമയത്ത് എല്ലാം തന്നെ അതിലുണ്ട്. അപ്പൊ അമ്മ പറഞ്ഞു, ഇത് ഞാൻ നിങ്ങളുടെ കയ്യിൽ തരില്ല, ഞാൻ ഉണ്ണിയെ ഏൽപ്പിക്കാം, ഉണ്ണിയുടെ കയ്യിൽ നിങ്ങൾ വാങ്ങിച്ചോളാൻ പറയാണ്. അങ്ങനെ അമ്മ സഞ്ചിയിൽ ആ സ്വർണവും പണവും എല്ലാം വാരിയിട്ടിട്ട് നടക്ക് സമർപ്പിക്കുകയാണ്. അങ്ങനെ തിരുമേനി അമ്മ നടക്ക് സമർപ്പിച്ചിട്ട് അമ്മ മാറി നിന്നു. അപ്പൊ അതിനു മുൻപ് തന്നെ അമ്മയും ഉണ്ണിയും കൂടെ പഴം കഴിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന. അവിടെ തിരുമേനി നടയിൽ സമർപ്പിച്ച സഞ്ചി എടുക്കാനായിട്ട് ഓടുന്ന സമയത്ത് അദ്ദേഹം എത്രയും എടുത്തിട്ട് നടയിൽ നിന്ന് സഞ്ചി എടുക്കാൻ സാധിക്കുന്നില്ല, പൊന്തുന്നില്ല അദ്ദേഹത്തിന്. അദ്ദേഹം എടുക്കാൻ നോക്കുന്നുണ്ട്, കഠിനമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്, പക്ഷെ എടുക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ അമ്മ നോക്കുന്ന സമയത്ത് ആ ഉണ്ണിക്കണ്ണൻ ഭക്തര് കൊടുത്ത പഴം ഉഴിഞ്ഞുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, സഞ്ചിയുടെ മേലെ കയറിയിട്ട് ഇരിക്കുകയാണ്. അദ്ദേഹത്തിന് എത്ര എടുക്കാൻ നോക്കിയിട്ടും പൊന്തുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിക്കണ്ണ സഞ്ചിയുടെ മേലെ കയറിയിരിക്കുകയാണ്. തന്റെ അമ്മയെ അപമാനിച്ചില്ലേ, ആ അമ്മയെ അപമാനിച്ചുകൊണ്ട് ആ സ്വർണവും പണവും എടുത്തിട്ട് തിരുമേനി വലിയ ആളാവണ്ട, അദ്ദേഹം അങ്ങോട്ട് തീരുമാനിച്ചു. അദ്ദേഹം വേഗം ആ സഞ്ചിയുടെ മേലെ അങ്ങോട്ട് കയറിയിരുന്നു. അദ്ദേഹം എത്ര എടുക്കാൻ നോക്കിയിട്ടും ആ ഒരു സഞ്ചി പൊന്തുന്നേ ഇല്ല. ഉണ്ണിക്കണ്ണ ഒരു കള്ള ചിരി തൂക്കിയിട്ട് പഴം കഴിച്ചുകൊണ്ടിരിക്കുക അതിന്റെ മേലെ. അങ്ങനെ അദ്ദേഹം പിന്നെയും പറയുന്നുണ്ട്, ഈ സ്ത്രീ മായാജാലക്കാരിയാണ്, അതുപോലെ തന്നെ കള്ളിയാണ്, മോഷണം ചെയ്യുന്ന സ്ത്രീയാണ്, മായാജാലക്കാരിയാണ്. കാരണം നടയിൽ സമർപ്പിച്ചുകൊണ്ട് എനിക്കത് എടുക്കാൻ സാധിക്കുന്നില്ല, ഇവരെന്തോ ഒരു കൺകെട്ട് അവിടെ ചെയ്തിട്ടുണ്ടെന്ന് പറയാണ്. അപ്പൊ ഇതെല്ലാം അമ്മയെ അപമാനിക്കുകയാണല്ലോ. ഉണ്ണിക്കണ്ണൻ തീരെ സഹിക്കുന്നില്ല. എന്നാലും ഉണ്ണിക്കണ്ണൻ ഒരു കള്ളച്ചിരി തൂക്കിയിട്ട് അതിന്റെ മേലെ കയറി ഇരിക്കുക. എന്നാ എന്റെ അമ്മയെ അപമാനിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കണമെന്ന് എടുക്കുന്നുള്ള രീതിയിൽ. അങ്ങനെ കൂട്ടത്തിലൊരാൾ പറയുന്നുണ്ട്, ഈ ഭഗവാന്റെ നടയിൽ വന്നിട്ട് ആ സ്ത്രീ അത്രയും സത്യസന്ധമായിട്ടാണ് എന്റെ കയ്യിലുണ്ടെന്ന് പറയുന്നത്, നിങ്ങൾ അവരെ അപമാനിച്ചില്ല. അപ്പൊ ഉണ്ണിക്കണ്ണൻ തന്നെ ചെയ്യുന്നതാണ് ഈ ഒരു കാര്യം, നിങ്ങൾ അവരോട് മാപ്പ് പറഞ്ഞിട്ട് ഈ ഒരു സഞ്ചി എടുക്കാനായിട്ട് ശ്രമിക്കൂ എന്ന് പറയാണ്. പക്ഷെ അദ്ദേഹത്തിന് അത് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ സാധിക്കില്ല. കാരണം അദ്ദേഹം ഒരു തിരുമേനിയാണ്, ഒരു യാചക സ്ത്രീയോട് മാപ്പ് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനമില്ല മനസ്സോടുകൂടെ അമ്മയോട് മാപ്പ് പറഞ്ഞു. എന്നിട്ട് സഞ്ചി എടുത്തപ്പോ സഞ്ചി പൊന്തി. പക്ഷെ ആ സഞ്ചി അദ്ദേഹത്തിന്റെ കൈകളിലൊട്ടി. കാരണം അദ്ദേഹത്തിന്റെ സ്വന്തം മനസ്സുകൊണ്ടല്ലല്ലോ, മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടല്ല അമ്മയോട് മാപ്പ് പറഞ്ഞത്. സഞ്ചി കൈകളിലൊട്ടി. സഞ്ചി മാറ്റി കൊടുക്കാനും പറ്റുന്നില്ല, അദ്ദേഹത്തിന് താഴെ വെക്കാനും പറ്റുന്നില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഭഗവാൻ ഇത് എന്ത് മായാജാലം, ഞാൻ മാപ്പ് പറഞ്ഞല്ലോ അമ്മയോട്, പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു അവസ്ഥ എന്ന് ചോദിക്കാൻ അദ്ദേഹം. അങ്ങനെ അപ്പൊ തിരുമേനിയുടെ ഭാര്യ പറയാണ്, അന്തർജനം പറയാണ്, നിങ്ങൾ മനമില്ല മനസ്സോടുകൂടെയാണ് അമ്മയോട് മാപ്പ് പറഞ്ഞത്, അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ വീണിട്ട് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിക്കണ്ണൻ തീർച്ചയായിട്ടും ഇത് അംഗീകരിക്കുന്നു പറയാം. അങ്ങനെ ആ തിരുമേനി ആ യാചക സ്ത്രീയുടെ ആ അമ്മയുടെ കാൽക്കൽ വീണുകൊണ്ട് ഈ പണക്കിഴി ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ, അദ്ദേഹത്തിന് മാറ്റാനും പറ്റുന്നില്ല, താഴെ വെക്കാനും പറ്റുന്നില്ല, അതിങ്ങനെ തന്നെ വെച്ചുകൊണ്ട് ആ അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ വീണ് മാപ്പ് അപേക്ഷിച്ചു. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കൈകളിൽ ഒട്ടിയ ആ സഞ്ചി വേറിട്ടു. ഭഗവാൻ പൊന്നു ഗുരുവായൂരപ്പന്റെ ഒരു കാരുണ്യം നോക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ആ നടയിൽ പോയിട്ട് ആർക്കും വേദനിക്കാനായിട്ട് അദ്ദേഹം സമ്മതിക്കില്ല. അത്രയും നേരം അമ്മയെ അപമാനിച്ച് അമ്മ അത്രയും സത്യസന്ധതയോട് കൂടെ ചെയ്തിട്ടും അമ്മയെ അപമാനിച്ചു കഴിഞ്ഞാൽ ആ പൊന്നു ഗുരുവായൂരപ്പൻ കണ്ടു നിൽക്കുവോ? ആ തിരുമേനിയെ കൊണ്ട് തന്നെ അമ്മയുടെ പാതാരവിന്ദത്തിൽ വീഴാനുള്ള ഒരു അവസരം ഉണ്ണി അവിടെ ഒരുക്കി കൊടുത്തു. ഇതെല്ലാം കണ്ടുകൊണ്ട് ഉണ്ണി ശ്രീലകത്ത് ചിരിക്കുകയാണ്, ഒരു കള്ളച്ചിരി തൂക്കിയിട്ട്. അദ്ദേഹത്തിന്റെ ഒരു കാരുണ്യം എന്ന് ആലോചിച്ച് നോക്കൂ, വളരെ സന്തോഷം തോന്നി. ഈ ഒരു കഥ ഞാൻ കുട്ടിക്കാലത്തൊക്കെ കേൾക്കുമ്പോൾ ഞാൻ അമ്മമ്മനെ ഇങ്ങനെ നിരന്തരം ബുദ്ധിമുട്ടിക്കും.